വെൽക്കം ടു another വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ തരുന്ന ഒരു വിൻ്റർ ഫ്ലവറിങ് ക്രീപ്പറിനെ കുറിച്ചാണ്. ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു പേര് എന്ന് പറയുന്നത് കാർഡിനൽ ക്രീപ്പർ എന്നാണ്. അപ്പം ഈ ചെടിയെ നമ്മൾ അത്ര അധികമൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് ഞാൻ വാങ്ങിച്ച നഴ്സറിയിലുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ 70 മോർ കട്ടിങ്സ് വെച്ചിട്ടാണ് ഒരു ചെടിയെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റൂട്ട് നമ്മൾ ഈ കട്ടിങ്ങിൽ റൂട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത്. ഈ ചെടിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ നിലത്തും പ്ലാന്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ട്രെല്ലീസിൽ അല്ലെങ്കിൽ ഫെൻസിലേക്ക് കയറ്റി വിടാം. ചില വീടുകളിൽ ഇത് ടെറസിലേക്ക് കയറ്റി വിട്ട് വളർത്തിയത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 കമ്പ് വെച്ചിട്ട് അതിലേക്കാണ് പടർത്തി വെച്ചിരിക്കുന്നത്. ഈ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എല്ലാത്തിൻ്റെ മുകളിലും കയറി പിടിച്ച് വളരുന്ന ചെടിയൊന്നല്ല, ഇൻവേസീവ് അല്ല. അപ്പോൾ നമുക്കിതിനെ ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റും. എനിക്ക് ഈ ചെടി കിട്ടിയിട്ട് 3 വർഷമായി. അപ്പം ഈ 3 വർഷവും വിൻ്റർ സീസണിൽ നിറയെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് സീഡ്സ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് സീഡ്സ് കിട്ടുവാണെങ്കിൽ അത് ചെടിയിൽ നിന്ന് തന്നെ പൊട്ടി അടുത്ത സീഡ്ലിങ്സ് ഉണ്ടാവുമെന്നില്ല. അതിനെ നമ്മൾ ജെർമിനേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 1/4 ഇഞ്ചോളം ആഴത്തിൽ ഈ സീഡ്സ് പ്ലാന്റ് ചെയ്ത് മണ്ണുണങ്ങാത്ത രീതിയിൽ റെഗുലർലി വാട്ടർ ചെയ്തിട്ട് വേണം അതിനെ മുളപ്പിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ വളർത്തുന്ന രീതിയെക്കുറിച്ച് പറയാം. ഒട്ടും പ്രയാസമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കെയറും ആവശ്യമില്ല. ഒക്ടോബർ വരെ നമ്മൾ ഈ ചെടി അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ സൈലൻ്റായി നിൽക്കും. കാരണം അതിനെ കൊമ്പ് കോതി കൊടുക്കാനോ ഒരു കാര്യവും ചെയ്യേണ്ടില്ല. ഡെഡ് ഹെഡ്സ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല, കീടശല്യം ഒട്ടുമില്ല. റെഗുലറായിട്ട് നമ്മൾ അതിനെ വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയും വേണ്ട. മാസത്തിലൊരിക്കൽ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ചാണകമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത്, ഇതൊക്കെ മാസത്തിലൊരു തവണയായിട്ട് ചെയ്ത് മറ്റ് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിനും ചെയ്തു കൊടുക്കും. ആ സമയത്തൊന്നും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നിറയെ ബഡ്സും നിറയെ ഫ്ലവേഴ്സും ഉണ്ടാവും. ഇതിൻ്റെ മണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും മണലും മേൽമണ്ണും ചേർത്ത മിശ്രിതത്തിൽ നട്ടുകൊടുക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് വലിയ പോട്ട് എടുക്കണം. കാരണം ഇത് കുറച്ച് ഹൈറ്റിലങ്ങ് പോകുന്ന ചെടിയാണ്. ഹൈറ്റിൽ പോകുന്നതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുറ്റിയെടുത്ത് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നീട്ടുവാണെങ്കിൽ നീട്ടിയെടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതായത് സ്റ്റണ്ണിങ് ഫ്ലവർ തന്നെയാണ്, ബ്രെത്ത് ഫ്ലവറാണ്. ഇതിൽ കാണുന്നത് പോലെ ലൈറ്റ് പിങ്ക് അല്ല ശരിക്കും ഫ്ലവറിനത്. ഒരു മജന്ത ഷെയ്ഡാണ് ഈ ഫ്ലവറിനുള്ളത്. ട്രംപറ്റ് ഷെയ്ഡാണ്. ബഡ്സിനാണെങ്കിൽ അതിനും ഭംഗിയാണ്. ഒരു ദിവസമേ ഈ ഫ്ലവർ നിൽക്കുള്ളൂവെങ്കിലും ബാക്കി ബഡ്സ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പം ഒരു 3 മാസത്തോളം ആ ഒരു ഭാഗമേ ബട്ടർഫ്ലൈസ് അട്രാക്ട് ചെയ്തിട്ടും ബീസ് വന്നിട്ടൊക്കെ വളരെ ലൈവായിരിക്കും ആ കോർണർ, നമ്മുടെ ഗാർഡൻ്റെ ആ ഒരു കോർണർ. അതുപോലെ മറ്റ് ചെടികൾ വളർത്തുന്ന പോലെ ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് റോസൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ എപ്പോഴും കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പല അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനാണെങ്കിൽ ഒട്ടും കീടശല്യം ഇല്ലെന്ന് തന്നെ പറയാം, ഒട്ടുമില്ല. മരുന്നുകളൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് 15 ഡേയ്സിൽ അങ്ങനെ ഫെർട്ടിലൈസർ കൊടുക്കണമെന്നുമില്ല. ഈ ചെടി നശിച്ചു പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പല തവണയായിട്ട് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടു നോക്കി, ഒരിക്കൽ പോലും പിടിച്ചു കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ കൊണ്ടുപോയി, അവർക്കും ആർക്കും പിടിച്ചു കിട്ടിയിട്ടില്ല. ഫുൾ സൺ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. നല്ല വെയിലത്ത് വെക്കണം, അപ്പം നിറയെ പൂക്കളുണ്ടാവും.
റെഗുലർ വാട്ടറിങ് ആവശ്യമില്ലെങ്കിലും വാട്ടർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഡ്രൈനെസ് കുറച്ചൊക്കെ സഹിക്കും, പക്ഷെ വെള്ളം കൊടുത്തു കഴിയുമ്പോഴാണ് നിറയെ പൂക്കളും ഉണ്ടാവുന്നത്. ഏകദേശം ഡിസംബർ എൻഡോടുകൂടി ഇതിൻ്റെ പൂക്കളെല്ലാം ഒരുവിധം വിരിഞ്ഞു കഴിയും. അപ്പം നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നിറയെ വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു ബാച്ച് ഫ്ലവേഴ്സും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ചെടിയെ നമുക്ക് വോളിലേക്കോ ആർച്ച് രൂപത്തിലോ ആക്കി മാറ്റി വളർത്തിയെടുക്കാം. കാരണം ബാക്കി സീസണിലൊന്നും ഇതിന് ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും ഇതിൻ്റെ ലീവ്സിനും വള്ളിക്കും എല്ലാം ഒരു ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിനുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ എല്ലാം കൂടി കയറി വന്നിട്ടുണ്ട്. വേറൊരു മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ ഇലയാണ് ഇവിടെ കാണുന്നത്. അതും കൂടി കയറി വന്നതുകൊണ്ടാണ് ഇലകൾ ശരിക്കും മനസ്സിലാവാത്തത്. ഒരു 3 സെക്ഷനായിട്ടുള്ള ഒരു ടൈപ്പ് ഇലയാണ്, ഗ്ലോസിയാണ്. അപ്പം ഗാർഡനിൽ ഒരു ഫ്ലവറിങ് ക്രീപ്പർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യത്തോടു കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. കാരണം കീടശല്യങ്ങൾ വളരെ കുറവാണ്, ലോ മെയിൻ്റനൻസ് ആണ്, സ്റ്റണ്ണിങ് ഫ്ലവേഴ്സ് ആണ്. ഈ ചെടി ഒരു സ്ലോ ഗ്രോവർ കൂടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമുക്കതിന് കൊമ്പ് കൊതി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതൊരു റോയൽ വൈൻ കൂടിയാണ്. കാരണം ഒരു ഹവായി പ്രിൻസ് ഇതിനെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ വളർത്തിയിരുന്നതിൻ്റെ ഭംഗി കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇതിനെ പ്രിൻസ് കുഹിയോ വൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.